നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈയിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതൊരു പെർമനൻറ്റ് കളർ പോലെ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിൽ നിൽക്കുക. മുടി പിന്നീട് വളരുന്നത് മാത്രമേ പിന്നെ ഒന്ന് ഗ്രേ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഈ മുടി നന്നായിട്ട് ബാക്കിയുള്ളതും കറുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു പൗഡർ നമ്മളെ മൈലാഞ്ചി പൊടിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള കാരണം. പിന്നെ കുറേ ഡൗട്ട്സ് ഈ വീഡിയോയുടെ താഴെ കാണാം. അപ്പോൾ അതിൻ്റെ ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കണ്ടില്ല, നമ്മളെ റിസൾട്ട് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഹെയറിൽ എത്രത്തോളം ഇപ്പോൾ ഗ്രേയിങ് ഉണ്ട്, ഞാനിപ്പോൾ ഒരു മാസത്തോളം ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയിൽ ഒന്നും തന്നെ തേച്ചിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എത്രത്തോളം ഗ്രേയിങ് ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കെമിക്കൽ ഹെയർ ഡൈസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ ഒരു തവണ മാത്രം ഞാനൊന്ന് ഹെയർ കളർ ചെയ്തു. ആ കളറാണ് ഇപ്പോൾ മുടി നീളം വെച്ചിട്ട് താഴത്തേക്ക് വന്നിട്ടുള്ള 5 സ്ട്രീക്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് മുടിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വേറെ വന്നിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ സ്കാൽപ്പിനും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഞാൻ നമ്മൾ വീട്ടിൽ 10 രൂപയുടെ ഗോദ്രേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര അമോണിയ PPD കണ്ടൻ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ബ്ലാക്ക് ആക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് അറിയില്ല. അതുപോലെ എൻ്റെ ഹെയറിൽ നമ്മൾ അതൊന്നും ചെയ്തില്ല കേട്ടോ, നാച്ചുറൽ റെമഡീസ് മാത്രം. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ ഈ ഒരു സാധനം അമോണിയ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു കളറിങ് ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ആദ്യം നമ്മൾ ഹെന്ന ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. തലേ ദിവസമാണ് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ആദ്യം ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ നിറയെ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നന്നായിട്ട് നമ്മളെ മുടി ഡാർക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെന്നനെ സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ചേർത്തുള്ളത് 1 ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ ചായപ്പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. കാപ്പിപ്പൊടി മസ്റ്റാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും എടുക്കണം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കുറുക്കിയിട്ടൊന്നുമില്ല, നല്ല ഡാർക്ക് കളറിലുള്ള ചാപ്പി എന്ന് ഞാൻ പറയാറ് കേട്ടോ, അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹെന്ന എപ്പോഴും നമ്മൾ രാവിലെ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ എടുത്ത് തേക്കാനൊന്നും പറ്റത്തില്ല. ഏറ്റവും ബെറ്റർ നമ്മൾ തലേ ദിവസം ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത് നല്ല ക്വാളിറ്റി പൗഡേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, നാച്ചുറൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് അറ്റാർ ആയുർവേദയുടെ ഈ ഒരു പ്യുവർ ഹെന്ന പൗഡറാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 499 റുപ്പീസാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3 തവണ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ, ഒരുപാട് ഉള്ളില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 തവണയ്ക്കൊക്കെ പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ അമോണിയ കണ്ടൻസോ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസോ ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ ആയിട്ടുള്ള പൗഡറാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. നമ്മൾ എടുക്കുന്ന എല്ലാ പൗഡേഴ്സും ഇതിന് മുന്നേ വീഡിയോട്ടൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണ കാച്ചാനും അതേപോലെ തന്നെ ഈ ഒരു ഹെന്ന മിക്സിങ്ങിനും വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ സുധീരെ വീട്ടിൽ കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ നിറയെ മൈലാഞ്ചി പൊടി എടുത്തിട്ടുണ്ട്. തല നിറയെ എന്താ പറയുക, കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം വേണ്ടി വരും. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടിയാണ്, പുതിയൊരു സാധനം, ഭൃംഗരാജ് പൗഡർ. ഇത് നമ്മുടെ മുടി ഗ്രോത്ത് ആവാനും മെയിനായിട്ടുള്ള കാര്യം പ്രീമച്യൂർ ഗ്രേയിങ് തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പൊടിയാണ് ഭൃംഗരാജ് പൗഡർ കേട്ടോ. അപ്പോൾ ഞാൻ ഈ അറ്റാർ ആയുർവേദയുടെ തന്നെയാണ് ഭൃംഗരാജ് പൗഡറും ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണ് ഭൃംഗരാജ് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ എടുത്തുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഭൃംഗരാജ് പൗഡറാണ് എടുക്കുന്നത് കേട്ടോ. 3:1 എന്നുള്ള റേഷ്യോയിൽ എടുത്താൽ മതി. അപ്പോൾ അത് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും സാധിക്കും. നമ്മൾ ഈ ഒരു ഹെന്ന എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇൻഡിഗോ ഇട്ടിട്ടില്ലെങ്കിൽ കൂടെ നല്ലൊരു ഡീപ്പ് ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു നല്ല കണ്ടീഷണർ ആയിട്ടുള്ള ഒരു പാക്കാണ്. മുടി കളറാവുമെന്ന്, ഈ ബ്ലാക്ക് ഹെയർ റെഡ് കളറാവുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങൾ ഒഴിവാക്കരുത്. ഏറ്റവും നല്ലൊരു കണ്ടീഷനിങ് പാക്കാണ് നമ്മുടെ ഹെന്ന കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേയില വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
അടിപൊളിയായിട്ട് ബ്ലാക്ക് ഔട്ട്. നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലാക്ക് ആവും ചെയ്യും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈ ഒരു ഗ്രേയിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ ഈ ഭൃംഗരാജ് പൗഡറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് മിക്സ് ആയിട്ടുണ്ട്. ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. തലേ ദിവസം വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. മോർണിംഗിൽ നമുക്ക് എടുത്ത് തേക്കാനാണല്ലേ. അപ്പോൾ ഇതിലുള്ള ലംസൊക്കെ രാവിലെ ആകുമ്പോഴേക്കും നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, ചെറിയ ചെറിയ കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സൈഡൊക്കെ പറഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറായിട്ട് ആ ഇരുമ്പിൻ്റെ സത്ത് മുഴുവൻ ഈ ഒരു മൈലാഞ്ചിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കളറ് മാറിയിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ, നമ്മുടെ ചാണകത്തിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ആ ഒരു കളറൊക്കെ ആയിട്ട് വരും. നല്ലൊരു സാധനം കേട്ടോ ഇത്. ഭയങ്കര തണുപ്പുമാണ് തലയ്ക്ക് കിട്ടുക. ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ തലയിലൊക്കെ ഈ ഡാൻഡ്രഫ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും മിനിമം നമ്മൾ ഈ ഒരു ഹെന്ന പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള ഈ ചൊറിച്ചിൽ, ഡാൻഡ്രഫ് കൊണ്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഇച്ചിനെസ് എന്തെങ്കിലും ഈ വക സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടാൻ വേണ്ടി ഈ ഹെന്നയും ഭൃംഗരാജും പൗഡറും കൂടെ ഉള്ള ഈ ഒരു പാക്ക് നമുക്ക് സഹായകമാവും കേട്ടോ. ഓൾറെഡി ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എങ്ങനെ ഡാൻഡ്രഫ് മാറാമെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് വ്യൂസും ഒരുപാട് നല്ല കമൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പാക്കൊക്കെ ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട സാധനം, ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റി നല്ല ക്ലീൻ ആക്കിയിട്ട് മുടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് മുടി പൊട്ടിപ്പോവും. അപ്പോൾ അത് ഞാൻ മുടിയിലുള്ള കംപ്ലീറ്റ് കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മളെ മുടിയിൽ ആരെങ്കിലും ഇത് ചെയ്തു തരാനുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അനിയത്തിയാണ് ഇത് ചെയ്തു തരാൾ. ഇപ്പോൾ ഇവിടെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഗ്രേയിങ്ങും കൂടുതലുള്ള ഈ ഒരു സൈഡിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മുടി നന്നായിട്ട് ഈ മൈലാഞ്ചി പിടിച്ച് നല്ല കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഡിഗോയുടെ പാക്കും കൂടെ ഇടുമ്പോൾ നന്നായിട്ട് ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് പോലെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം നന്നായിട്ട് നമ്മൾ ഗ്രേയിങ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ മൈലാഞ്ചി ഹെന്ന പൗഡർ നന്നായിട്ട് ഹെന്ന പാക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. എല്ലായ്പ്പോഴും ഞാൻ 2 days വെച്ചിട്ടാണ് ഈ സംഭവം ഇടുക. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ 2 പാക്ക് ഇടാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹെന്ന ഇട്ടിട്ട് മുടി നനഞ്ഞ മുടി തന്നെ പിന്നെ നമ്മൾ ഇൻഡിഗോ ഇടരുത്. 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇൻഡിഗോ പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ബ്ലാക്ക് ഹെയർ കിട്ടും കേട്ടോ. അല്ല നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്താൽ 2 ദിവസം എടുത്തിട്ട് ചെയ്താലും മതി. ഇനി ആദ്യത്തെ ദിവസം നിങ്ങൾ ഹെന്ന പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് റെഡ്നെസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇൻഡിഗോ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അത് കണ്ടില്ലേ, ഞാൻ ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെയും മെസ്സായിട്ടില്ല. ഞാൻ മുടി കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫേസത്തൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡ് കളർ ആവുകയാണ്. അപ്പോൾ അതേ ഞാൻ ഇതുപോലത്തെ ഒരു ഷവർ ക്യാപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കവർ വെച്ച് ചെയ്താൽ മതി. ഒന്നാമത് ഈ സാധനം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ പോവും. നമ്മൾ നടക്കുന്നിടത്തൊക്കെ ഒരു മേത്തൊക്കെ വീഴും. അപ്പോൾ അതിന് ഈ ഒരു ഷവർ ക്യാപ്പ് നല്ലതാണ്. രണ്ടാമത് നമ്മളെ മുടി ഇങ്ങനെ ഉണങ്ങുന്നതിനനുസരിച്ച് ഭയങ്കര ഡ്രൈ ആവും. ഈ ജലാംശം ഇങ്ങനെ വറ്റിപ്പോവല്ലോ ഉണങ്ങിയിരിക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മൾ മുടി കഴുകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ അതേ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 3 മണിക്കൂർ, ഞാൻ 9:30 വെച്ചിട്ട് ഞാൻ 12:30 ആയിട്ടത് കഴുകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരട്ടെ. ഇത് കണ്ടില്ലേ, നല്ല നല്ല റെഡായിട്ടുണ്ട്. ഏകദേശം 1-2 മുടി ഒഴികെ ബാക്കിയെല്ലാം അത് ഞാൻ വിട്ടുപോയതാട്ടോ. നമ്മൾ തേക്കുമ്പോൾ അറിയാതെ അങ്ങനെ വിട്ടുപോകത്തില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ തേച്ച് തരാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ ഇൻഡിഗോ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ പിള്ളേർ സമ്മതിക്കത്തില്ല. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ഇതേപോലെ അവർ ഉറക്കിയിട്ട് വന്നതാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അറ്റാർ ആയുർവേദയുടെ തന്നെ ഈ ഒരു ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടീനെ നാച്ചുറലി കളർ ചെയ്യും. അതേപോലെ തന്നെ ഡാൻഡ്രഫും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു പൊടി എന്ന് പറഞ്ഞിട്ടോ. അത് മാത്രമല്ല മുടിക്ക് ഡ്രൈ ആക്കും എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ, ആ സംഭവം എന്തായാലും ഇങ്ങനത്തെ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഡ്രൈ ആവും. അതിന് ബെറ്റർ നമ്മൾ ഷവർ ക്യാപ്പ് ഇടുക. പിന്നെ എണ്ണയൊന്നും തേച്ചിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ഇടരുത് കേട്ടോ. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ മൈലാഞ്ചി പൊടി ഇടുകയാണെങ്കിലും തലേ ദിവസം മുടി നന്നായിട്ട് ഷാമ്പൂ ചെയ്തിട്ടേ ഇത് ചെയ്യാവൂ. അപ്പോൾ അതേ ഞാനിവിടെ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്.
അത് ഞാനിവിടെ 6 സ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താ പറയുക, നമ്മൾ മൈലാഞ്ചി എത്ര എടുക്കുന്നത് അത്രയും തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ്, ഞാൻ അതാണ് കയ്യിൽ ഒഴിച്ച് കാണിച്ചു തന്നത്. ഫ്ലാസ്കിലെ വെള്ളമാണെങ്കിലും ഇത് കയ്യിൽ ഒഴിച്ചപ്പം ചൂടില്ല, ഒരു ഇളം ചൂട് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാണ്. നമ്മൾ എപ്പോഴാണോ തേക്കാൻ പോകുന്നത് അതിൻ്റെ ജസ്റ്റ് 10 മിനിറ്റ് മുന്നേ മാത്രമേ നമ്മളിത് കലക്കി വെച്ചാൽ മതി. അല്ലാതെ തലേ ദിവസം കലക്കി വെക്കണോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കും വേണ്ട, നല്ല തിക്കാക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇപ്പോൾ റെഡ് കളറായിട്ടുണ്ടാവില്ലേ നമ്മളെ മുടി, അതിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 1 മണിക്കൂർ വെച്ചാൽ മതി. ഇൻഡിഗോ പാക്ക് 1 മണിക്കൂർ വെച്ചാൽ മതി. അല്ലാതെ 2 മണിക്കൂർ വെച്ചിട്ട് 3 മണിക്കൂർ വെച്ചാൽ ഒരുപാട് കളർ നല്ല ബ്ലാക്ക് ആവും, അങ്ങനെയൊന്നുമില്ല. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. ഈ ഒരു പാക്ക് താടിയിലും മുടിയിലൊക്കെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പാണ്, താടിയിലും അതേപോലെ തന്നെ മീശയിലൊക്കെ ഇടാം, യാതൊരു പ്രശ്നവും സൈഡ് എഫക്റ്റും ഇല്ല. സ്കിന്നിലായി എന്ന് വിചാരിച്ചിട്ട് ആ ഗ്രീൻ കളർ പോലെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിലായി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കുളി കഴിഞ്ഞാൽ മാറും. പക്ഷേ മുടിയിലുള്ളത് മാറത്തൂല കേട്ടോ. അപ്പോൾ അതേ ഞാൻ വീണ്ടും മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളെ മുടിയിൽ എണ്ണയും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഏകദേശം 2 ദിവസം ആകുമ്പോഴേക്കും നമ്മളെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഷാമ്പു ചെയ്തിട്ട് കളയാം. കളറൊന്നും പോകത്തില്ല. ഇനി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരുപാട് മുടി പ്രശ്നമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഹെയർ സെറം ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് ഒരു 5-6 ഡ്രോപ്സ് എണ്ണ എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക മുടിയിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാടെന്ന് പറയില്ലേ, അങ്ങനെ ഒന്ന് മുടിയിലൊന്ന് തേച്ച് കൊടുക്കുക. ഒരുപാട് എണ്ണ ആവശ്യമില്ല, മുടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ പാകത്തിന് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഷാമ്പു വാഷും ചെയ്യണ്ടല്ലോ, സാധാ വെള്ളം കൊണ്ട് കഴിക്കാൻ മതി. ഇപ്പോൾ നമ്മൾ ഹെന്നയാണെങ്കിലും ഇൻഡിഗോ ആണെങ്കിലും ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെയാണ് സാധാ വെള്ളത്തിൽ ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ കളയുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എന്താ കളർ വരാത്തത്, ഫേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒന്നെങ്കിൽ നിങ്ങളുടെ മുടി കെമിക്കലി ട്രീറ്റഡ് ആയതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും പിടിക്കാത്തതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ റെസിസ്റ്റൻറ്റ് ഹെയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് നമ്മൾ റെസിസ്റ്റ് ചെയ്യില്ലേ, എന്തും തടയുകയെന്ന് പറയില്ലേ, നമ്മൾ പുറമേ നിന്ന് കളർ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ മുടിയുടെ സ്ട്രക്ചർ അതിന് തടയും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുടി ഓയിലി ഹെയർ ആയിരിക്കാം. മുടിയിൽ നിങ്ങൾ തേച്ച എണ്ണയോ അല്ലെങ്കിൽ നമ്മളെ സ്കാൽപ്പ് ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഈ ഒരു പാക്ക് സ്കാൽപ്പിൽ പിടിക്കാതിരിക്കാം. ഞാൻ എപ്പോഴും പറയില്ല, ഈ ഒരു പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ നമ്മുടെ തലയിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷാമ്പു ചെയ്തിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഹെന്നയും ഇടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഓയിൽനെസ് ഒന്നും ഇല്ലാത്ത തന്നെയാണ് നമ്മൾ ഇൻഡിഗോ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഡിഗോ മുടിയിലേക്കൊന്നും എനിക്ക് തേഞ്ഞില്ല ഞാൻ, പക്ഷേ എൻ്റെ ഗ്രേയിങ് ഉള്ളിടത്ത് കംപ്ലീറ്റ് ഞാൻ കവർ ചെയ്തിട്ട് ഇതേപോലെ ഷവർ ക്യാപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ്, കണ്ടില്ല, ഒരുപാട് ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ടില്ല. എന്നാൽ ഒരു വെറ്റ്നസ് ഉണ്ടെങ്കിലും അത്യാവശ്യം നമ്മുടെ കളർ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമായി. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് കേക്ക് മുറിക്കാൻ പോകാൻ കേട്ടോ, അന്നെടുത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കണ്ടില്ലേ, കംപ്ലീറ്റ് അടിപൊളിയായിട്ട് ബ്ലാക്കായ ആ റെഡ്നെസ് ആയിരുന്നില്ല ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് ഹെന്ന തേച്ചിട്ടുള്ള. ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഇതുപോലത്തെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ്, നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ അമോണിയോ അല്ലെങ്കിൽ PPDയോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നുമില്ലാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ, ബൈ.